പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, പിതാവിന്റെ ദൈവമക്കളെ, ഈ അടുത്തൊരു നാളത്ത് എറണാകുളത്തെങ്ങാണ്ട് നമ്മുടെ കർത്താവിന്റെ അവസാനത്തെ അത്താഴത്തെപ്പറ്റി മ്ലേച്ഛമായി ചിത്രീകരിച്ചെന്നും കേസ് കൊടുത്തെന്നും ഒക്കെ ഞാൻ കേട്ടു, വായിച്ചു. ഏറെ അധികമായിട്ട് പലരും പ്രതിഷേധിച്ചു എന്നും ഞാൻ കേട്ടു. ഗവൺമെന്റ് അതിനുവേണ്ടി ആക്ഷൻ എടുത്തില്ല എന്ന്. ഞാനിത് ആത്മാർത്ഥമായിട്ട് ആത്മീയമായി ചിന്തിക്കുകയായിരുന്നു. നമ്മൾ തന്നെയല്ലേ അതിന് കാരണക്കാർ? ഈ ഭക്തരെന്ന് പറയുന്ന ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ തന്നെയല്ലേ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്ന്. കാരണം ഇന്നത്തെ ദിവ്യബലിയെപ്പറ്റിയുള്ള തർക്കവും ലഹളയും പോലീസ് അകമ്പടിയോടെയുള്ള വിശുദ്ധ ബലി അർപ്പണവും അൾത്താരെ എടുത്ത് ഉരുട്ടുന്നതും ബസിലിക്കകൾ അടച്ചുപൂട്ടുന്നതും പള്ളികൾ അടച്ചുപൂട്ടുന്നതും ഒക്കെ ഈ ജനങ്ങൾക്കെല്ലാം അറിയാം. അതിൽ കൂടി നാണം കെടുന്താണ് ഈ അവസാനത്തെ അത്താഴം തന്നെയല്ലേ വിശുദ്ധ കുർബാന? പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 കൊറിന്തോസ് അധ്യായം 11, അതായത് കാൽവരിയിലെ ആ കുരിശുമരണം തന്നെയാണ് ബലിയെന്ന്. ആ ബലിയല്ലേ ഇന്ന് നമ്മുടെ സഭയിൽ തന്നെ അവഹേളിക്കുന്നത്? പിന്നെയാണ് അവർ പടം കൊണ്ടോ ചിത്രം കൊണ്ടോ അവഹേളിച്ചെന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നത്. ഇവിടെയാണ് പ്രതിഷേധിക്കേണ്ടത്. അവന്റെ പിഴ പറയും മുമ്പ് എന്റെ പിഴ എന്ന് നമ്മൾ പറയേണ്ട കാലമാണിത്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ 2-3 പേരുടെ എന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവരികയാണ്. എന്നും പള്ളിയിൽ പോകുന്നവൻ ഭാര്യയും കൂടി. അപ്പൊ പറഞ്ഞു, ജെയിംസച്ച, എനിക്കൊരു വിഷമം. എന്റെ ഇടപ്പള്ളി ഒത്തിരി പേരെന്നും പള്ളി വരും. അവിടുത്തെ വികാരിച്ചും കുർബാന ചെല്ലുമ്പോൾ അവിടുത്തെ ആർച്ച് ബിഷപ്പിന്റെ മെത്രാപ്പോലീത്തയുടെ പേര് പറയുക. ജനങ്ങൾ ചോദിച്ചോ പറഞ്ഞു, ആരായാല് മെത്രാപ്പോലീത്താക്കിയത്? കപ്പ്യാരോട് പറഞ്ഞു, പറഞ്ഞേക്കരുത്. മാപ്പാപ്പാടെ പേരും അല്ലെങ്കിൽ ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത എല്ലാം പറയും, പക്ഷെ സ്വന്തം മെത്രാന്റെ പേര് പറയുക. എന്നിട്ട് ആ മനുഷ്യൻ ശുദ്ധകഥയിൽ ചോദിക്കുകയാണ്, അനുരജ്ഞതരായി തീർന്നിടാമെന്ന് തുടങ്ങുന്ന ബലിയിൽ ഈ വൈരാഗ്യം വെച്ചുകൊണ്ട് ചെല്ലിയാൽ ജംഷച്ച ഈശോടെ വരുമോ? ഞാൻ പറഞ്ഞ, മോൻ ശുദ്ധഹൃദയത്തോട് അവർക്ക് ചെയ്യേ, മോൻ ആരോടും പടക്കം കാർന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. 2 ദിവസം മുമ്പ് ആലുവ സൈഡിൽ നിന്നൊരു സ്ത്രീ എന്നെ വിളിച്ചു. അച്ഛാ, ഒരു സംശയം. എന്താ മോളെ? അപ്പൊ പറയാണ്, ഞാൻ പോകുന്നത് നിത്യവും എന്റെ ഇടവപ്പള്ളിയിലാണ്. അവിടെ കുർബാന സംബന്ധിക്കും. ഒരു വചന ശുശ്രൂഷകനും പ്രസിദ്ധനുമായ ഒരാള് എന്നെ കണ്ട പറഞ്ഞു, സീറോ മലബാർ കുർബാന കണ്ടേക്കരുത്. അതേത് പക്ഷമായാലും, അത് വടക്കോട്ടോ തെക്കോട്ടോ തിരിഞ്ഞായാലും, അൾത്താരാഭിമുഖമായാലും ജനാഭിമുഖമായാലും, രണ്ടിനും വാസ്തവമില്ല. ഈശോ വരുന്നില്ല. അവൻ വേണേ ലത്തീൻ കുർബാനയ്ക്കോ മലങ്കര കുർബാനയ്ക്കോ പോയിക്കൊള്ളാം. അച്ഛാ, ശരിയാണോ? ആ മകളോടും ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞു. എന്റെ മോടെ ഉള്ളിൽ ആരോടും വിരോധം വെക്കാതെ സ്നേഹത്തിൽ ഏത് കുർബാനയ്ക്കും പൊക്കൂ, കുഴപ്പമില്ല. ലത്തീനായാലും സുറിയാനി ആയാലും എറണാകുളം കുർബാനയായാലും ഏത് കുർബാനയായാലും ഒരു കുഴപ്പമില്ല. കുർബാന ഈശോയുടെ മോടെ, അച്ഛന്മാരുടെയും അത്താന്റെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ആശ്വസിപ്പിച്ചു. ഇത് 2 പേരെ ഞാൻ വന്നിട്ട് ഏതാനും ദിവസമേ ആയുള്ളൂ. 5 പേരോളും ഇതുപോലെ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ആളുകളെ പ്രാർത്ഥിക്കാനെന്നപ്പോൾ വന്ന് എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, സങ്കടമുണ്ട്. ജനങ്ങളുടെ ഈ വികാരങ്ങൾ മനസ്സിലാക്കാത്ത അധികാരികളാണ് നമുക്ക്. ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത്. അവർക്ക് നമ്മളെക്കാൾ ബൈബിൾ അറിയാം, നമുക്കറിയാം. അറിയാവുന്ന ഭാവിക്കുന്നവർക്ക് അറിയേണ്ടത് അറിയുന്നില്ല. ഞാൻ പറയുന്ന പോലെ ബോധമുണ്ട്, ബോധ്യമില്ല. അവർക്കറിയാം ബൈബിൾ നല്ലപോലെ. അവർ പറയുന്നത്, ഈശോ പറഞ്ഞ എന്താണ്? ബലി അർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ പോയി രമ്യപ്പെട്ടു എന്ന് ബലി അർപ്പിക്കണം. ഈ അച്ഛന്മാർ അങ്ങനെയല്ല ബലി അർപ്പിക്കുന്നത്. സംബന്ധിക്കുന്ന ആളുകളും അതല്ല. പ്രിയപ്പെട്ടവരെ, ചങ്ക് പൊട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണിത്. അവരെ കർത്താവ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കാതെ അവിടെ ഇവരൊക്കെ പറയുന്നതിന് അർത്ഥമുണ്ടെന്ന് നിങ്ങൾ സഭാപിതാക്കന്മാരും ഈ ഗ്രൂപ്പ് തിരിഞ്ഞ് പല ചണ്ടയുണ്ടാക്കുന്നതിനും ചിന്തിക്കണം. ഇതൊക്കെ കഴിഞ്ഞു പോകും കേട്ടോ. നമ്മൾ അധികമൊന്നും ജീവിക്കാൻ പോകുന്നില്ല. നമുക്കൊരു ജീവിതമുണ്ട്, ഈശോയുള്ള ജീവിതം. അത് തുടരുന്നത് ഈശോ പഠിപ്പിച്ച വചനത്തിൽ നിലനിന്നുകൊണ്ട് സ്നേഹത്തിലൂടെ ബലിയർപ്പിച്ചില്ല എങ്കിൽ, ബലിയർപ്പകരായാലും ബലി സംബന്ധിക്കുന്നവരായാലും
പ്രിയപ്പെട്ടവരെ, കർത്താവിന് മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കണം എന്ന കാര്യം മറക്കരുത്. കണിശമായിട്ടും ഞാൻ ഇതൊക്കെ ചിന്തിക്കുകയായിരുന്നു മക്കളെ. നമുക്ക് വചനപ്രകാരം സിനിമയിലും സ്നേഹത്തിലും വരാം. ഇനിയും നമ്മളെപ്പറ്റി ഇതുപോലെ തമ്മാടിത്തരങ്ങളും സിനിമകളും ഒക്കെ വരച്ചെന്നും എഴുതിയെന്നൊക്കെ വരാം. കാരണം നമ്മൾ തന്നെ ഈശോയെ അവഹേളിക്കുകയാണ്. അവരെ അപമാനിച്ചെന്നും അവഹേളിച്ചെന്നും പറയാതെ ഇത് വരാതിരിക്കാനാണ് കർത്താവ് നമുക്ക് ആ മാടവനയിലും വിളക്കന്നൂരൊക്കെ വിശുദ്ധ കുർബാനയുടെ അത്ഭുതം. കാരണം നമ്മുടെ വിശുദ്ധ കുർബാനയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ കർത്താവ് ഇത് അനുവദിച്ചത്. ഈ രണ്ട് വലിയ അത്ഭുതം, ഇത് അടയാളങ്ങളാണ്. അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളാണ്. എന്തിന്? വിശ്വാസക്കുറവ് ഉള്ളിടത്താണ് സംഭവിക്കുന്നത്. അവർക്ക് വിശ്വാസം വർദ്ധിക്കുവാനായിട്ടും അവിശ്വാസത്തിന് തിരിച്ചു വരാനായിട്ടും. പക്ഷെ കേരളത്തിൽ ഇതൊന്നും നടന്നിട്ടില്ല. ഇത് നെഞ്ചത്തെ കൈവച്ചൊന്ന് ചിന്തിക്കണം. അതുപോലെ ആ റാണിമരിയോ വായില് ഈശോയുടെ ശരീരം, യഥാർത്ഥ ശരീരവും രക്തമായി. ഇതൊക്കെ കേട്ടു, പല ടെലിവിഷനിലും അതിനെപ്പറ്റി കേട്ടു. ഇത് കേട്ടിട്ട് ദൈവമേ, അത് യേശു ആണ്, ആ യേശുവിനെയാണ് ഞാൻ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. അവൻ ജീവനോടെ വരുന്നു. എന്റെ ഹൃദയം ശുദ്ധമായിരിക്കണം. എന്റെ ഹൃദയം ഒരു ദിവ്യ സക്രാരിയായി മാറുന്നു. ആ സക്രാരിയിലുള്ള ഈശോയും കൊണ്ടാണ് ഞാൻ എന്റെ ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളെ, സഹോദരന്റെ അടുക്കലേക്ക് പോകേണ്ടത് എന്ന ചിന്തയില്ലാതെ. അതുപോലെ തന്നെ നമുക്ക് വായിക്കുന്നുണ്ടല്ലോ, ഞാൻ പലപ്പോഴും പറഞ്ഞു, പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുമുണ്ട്. അശുദ്ധിയോട് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ രോഗിയാകും, ക്ഷീണിക്കും, തളർന്നു പോകും, മരിച്ചു പോകും. അതും പൗലോസ്ലിയുടെ വാക്കാണ്. 1 കൊരിന്ത്യർ 11 പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? മറ്റ് ആളുകളെക്കാൾ കൂടുതൽ, മറ്റ് രാജ്യങ്ങളുള്ളതിനേക്കാൾ കൂടുതൽ ക്യാൻസറും മറ്റ് ഇതര രോഗങ്ങളും പടഞ്ഞു വീഴുക, പെട്ടെന്ന് വീഴുക, മരിക്കുക, ചെറുപ്പക്കാരുടെ മരണം, അച്ഛന്മാരുടെ മരണം ഒക്കെ ഞാൻ ഇതേപ്പറ്റി ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വിധി പറയല്ല. ഇതിനെല്ലാം കാരണം നമ്മൾ പാപത്തോടെയുള്ള ബലിയർപ്പണം, പാപത്തോടെയുള്ള ബലി സ്വീകരണം, ആ ശരീരവും രക്തവും സ്വീകരിക്കുക, പങ്കാളിയാവുക. അങ്ങനെ ആത്മീയമായി മരിച്ചു ഈശോയിൽ നകന്ന്, ശാരീരികമായിട്ടും മരിക്കുന്നു. രോഗവും മറ്റെല്ലാ പ്രശ്നങ്ങളും. നിങ്ങൾ ഇന്ന് പത്രത്തിൽ വായിച്ചാണ് സെൻസസ്. നമ്മുടെ കേരളത്തിൽ എത്ര ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളെല്ലാം ജനസംഖ്യ തീർത്തും കുറഞ്ഞു. അവിടെയൊക്കെ മരണമാണ് ജനനത്തെക്കാൾ കൂടുതൽ, മാമോദിസയേക്കാൾ കൂടുതലും മരിച്ചടക്കാണ് അച്ഛന്മാർക്ക്. എന്നാൽ വടക്കോട്ട് പോയാൽ തൃശ്ശൂരപ്പുറത്തേക്ക് ജനസംഖ്യ കൂടിയിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ കേട്ടതാണ്. ഇതൊക്കെ കണ്ടാലും കേട്ടാലും ചിരിക്കുകയല്ലാതെ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. പ്രതികരണശേഷി പോലും നഷ്ടപ്പെട്ടവരാണോ നമ്മൾ എന്ന് ആത്മാർത്ഥമായി നമ്മൾ തന്നെ ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് അവസരങ്ങൾ തരികയാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് എന്റെ വിട എന്ന് പറഞ്ഞ അച്ഛനടക്കെ പോയി പാപം പറയുന്ന അല്ല. ജീവിതത്തിലൊരു യു ടേൺ എടുക്കുന്നത്, ജീവിതത്തിലൊരു എബൌട്ട് ടേൺ എടുക്കുന്നത്. ഈ പോക്ക് ശരിയല്ല. ഇത് ഈശോ സ്ഥാപിച്ച സഭയുടെ പോക്കല്ല. ഇത് ഈശോയുടെ സഭയല്ല ഇപ്പോൾ എന്ന് ഞാൻ പച്ചക്കെ പറയും. എന്നെ കമന്റ് ചെയ്യാൻ ആർക്കും പറയാം. ഈശോയുടെ സഭ ആദിമസഭയിലേക്ക് നോക്കൂ. അപ്പസ്തലന്മാർ ഏക മനസ്സോടെ ഏകഹൃദയത്തിൽ ഒന്നിച്ച് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തി. അവരിൽ ആരും പാവപ്പെട്ടവരില്ലായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ അപ്പസ്തല പ്രവർത്തനം നിങ്ങൾ വായിച്ചു നോക്കൂ. ഞാൻ അത് വിശദീകരിച്ചൊരു വലിയ ഒരു വലിയ പ്രസംഗം തരികയല്ല, ധ്യാനപ്രസംഗമല്ല. ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. കാരണം നമ്മൾ വിചാരിക്കുന്നതിലും നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അത് ഒന്ന് ബോധ്യപ്പെടുക, അറിയേണ്ടത് ഒന്ന് അറിയുക, അറിഞ്ഞതിനെ ഒന്ന് ബോധ്യമുള്ളതാക്കുക. എന്നിട്ട് സ്നേഹത്തിന് വിട്ടുവീഴ്ചക്കും, പാപത്തിന് വിട്ടുവീഴ്ച പാടില്ല, പക്ഷേ നന്മയ്ക്ക് വേണ്ടിയുള്ള വിട്ടുവീഴ്ച അത് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വാശി, ദുർവാശി, ആ വക്രത, ഇതെല്ലാം ഒന്ന് മാറ്റി നമുക്കൊന്ന് ശുദ്ധീകരിച്ച് വഴിയും സത്യവും ജീവനുമാകുന്ന ഈശോയിലൂടെ ജീവിച്ച് നല്ല ക്രിസ്ത്യാനികളായി ജീവിച്ച് മുന്നോട്ട് പോകാം. അതിന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഇനിയും നമ്മൾ കൊടിയും പിടിച്ച് റോഡിൽ ഇറങ്ങേണ്ടി വരും. പലരും
മതവിദ്വേഷം പറഞ്ഞു, അല്ലെങ്കിൽ പള്ളിയെപ്പറ്റി താറടിച്ചു, അല്ലെങ്കിൽ കുർബാനയെപ്പറ്റി താറടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അത് നമുക്ക് മാറാം. ഒരാർക്കും നമ്മളെ മാറ്റാൻ പറ്റില്ല. നമുക്ക് തന്നെ നമ്മുടെ പരിശുദ്ധാത്മാവോട് കൂടി മാറ്റാൻ പറ്റൂ. ഓരോരുത്തരും നെഞ്ചത്ത് വെച്ച് എന്റെ പിഴ എന്ന് പറഞ്ഞ് നമുക്കൊരു എബൌട്ട് ടേൺ നടത്തി ഈശോയും സ്നേഹിച്ച പരസ്നേഹത്തിൽ ഒന്നാകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.